ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ നല്ലൊരു മാധ്യസ്ഥം ഇന്ന് കൂടുതലായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മാതൃരാജ്യത്തിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മുടെ രാജ്യത്തിൻ്റെ നന്മയും സന്തോഷവും ഉയർച്ചയും നമുക്ക് ആഗ്രഹിക്കാം. അതോടൊപ്പം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമ്മുടെ കുടുംബത്തിനൊരു അനുഗ്രഹമാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. വിശുദ്ധ ഗ്രന്ഥത്തിൽ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവ് പരിശുദ്ധ അമ്മയ്ക്ക് കൊടുക്കുന്ന മെസ്സേജാണ് 26 മുതലുള്ള വാക്യങ്ങളിലുള്ളത്. അവിടെ പരിശുദ്ധ അമ്മയോട് ദൈവത്തിൻ്റെ ദൂതൻ പറഞ്ഞു, നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, യേശു എന്ന പേരിടണം. പരിശുദ്ധ അമ്മ ഒരു മറുപടി തിരിച്ചു കൊടുക്കുകയാണ്. 34-ാമത്തെ വചനം, മറിയം ദൂതനോട് പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ഈ ഒരു ചോദ്യം ഒത്തിരി പേര് ചോദിക്കുന്ന ഒരു ചോദ്യത്തിൻ്റെ ഭാഗമാണ്. പരിശുദ്ധ അമ്മ ചോദിച്ചു, ഇതെങ്ങനെ സംഭവിക്കും? ഒരു പക്ഷേ ഈ ദൈവവചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമ്മൾ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇതെങ്ങനെ നടക്കും? ഈ പ്രശ്നങ്ങളൊക്കെ എങ്ങനെ മാറും? ഈ രോഗമൊക്കെ സുഖപ്പെടുമോ? ഇതെങ്ങനെ നടക്കും? അപ്പോൾ അങ്ങനെ ചോദിച്ച പരിശുദ്ധ അമ്മയോട്, മറിയത്തോട് ദൈവം കൊടുക്കുന്നൊരു മറുപടി, അത് പരിശുദ്ധ അമ്മയ്ക്ക് മാത്രം കൊടുത്തൊരു മറുപടിയല്ല, എല്ലാ മനുഷ്യർക്കും വേണ്ടി കൊടുത്തൊരു മറുപടിയാണ്. ആ മറുപടി ഇങ്ങനെയാണ്, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, ദൈവത്തിൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. അതാണ് ഒരു ഉത്തരം. ഇതുപോലുള്ളൊരു ചോദ്യം ചോദിക്കുന്ന എല്ലാവർക്കുമുള്ളൊരു ഉത്തരം ദൈവം അന്നേ കൂട്ടി നൽകിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് വരും, അത് നമ്മളുടെ എല്ലാ പ്രശ്നങ്ങളുടെയും ഒരു പരിഹാരമാണ്. പരിശുദ്ധ അമ്മ മറിയം ചോദിച്ചു, ഇതെങ്ങനെ നടക്കും, എങ്ങനെ സംഭവിക്കും? ഒരുപക്ഷെ ഇങ്ങനൊരു ചോദ്യം മനസ്സിലിട്ടുകൊണ്ടായിരിക്കും നിങ്ങൾ ഈ ദൈവവചന ശുശ്രൂഷയിൽ വരെ പ്രാർത്ഥിക്കുന്നത്. എങ്ങനെ ഇതൊക്കെ മാറും? ഒത്തിരി പേര് എന്നോട് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്, എങ്ങനെ ഈ പ്രശ്നമൊക്കെ മാറും വെച്ചാൽ, ഈ പ്രതിസന്ധികളൊക്കെ മാറുമെന്നാണോ വിചാരിക്കേണ്ടത്? ഇതിനൊക്കെ ഒന്ന് മറികടക്കാൻ പറ്റുമോ? അതിജീവിക്കാൻ പറ്റുമോ? ദൈവത്തിൽ ആശ്രയിച്ച് ആത്മാവിൽ പറയാൻ കഴിയും, പരിശുദ്ധാത്മാവ് വരും. അതൊരു ഉത്തരമാണ്. പരിശുദ്ധാത്മാവ് നിറഞ്ഞ പരിശുദ്ധ അമ്മ മറിയം എലിസബത്തിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ എഴുതിയിട്ടുണ്ട്, എലിസബത്തും എലിസബത്തിൻ്റെ ഉദരത്തിലുള്ള കുഞ്ഞും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. നിങ്ങളോടൊരു പ്രത്യേകമായ ഒരു ആത്മീയ മെസ്സേജ്, ഒരു സന്ദേശം പറയട്ടെ. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം എലിസബത്തിനെയും എലിസബത്തിൻ്റെ കുടുംബത്തെയും തലമുറയെയും പരിശുദ്ധാത്മാവിൻ്റെ നിറവുള്ളതാക്കി മാറ്റി. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം കൊണ്ടും നിറവ് കൊണ്ടും നിറയ്ക്കും. ഞാൻ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ പ്രാർത്ഥിക്കുന്നതിന് ചില കാരണങ്ങൾ എന്നെ വളരെ സ്വാധീനിച്ചിട്ടുണ്ട്. സെമിനാരിയിൽ ഞാൻ പഠിച്ച് 6-7 വർഷമായപ്പോൾ എൻ്റെ വീട്ടിലെ ഒരു വലിയ പ്രതിസന്ധിയുടെ സാഹചര്യത്തിൽ എൻ്റെ കുടുംബത്തിലുള്ള മുഴുവൻ ആളുകളും, അല്ലെങ്കിൽ എന്നെ അറിയുന്നവരും ഒക്കെ പറഞ്ഞു, അവൻ എന്തിനാണ് സെമിനാരിയിൽ നിൽക്കുന്നത്? അവനോട് വരാൻ പറഞ്ഞുകൂടെ? ഇത്രയും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉള്ള സമയത്ത് അവൻ സെമിനാരിയിലാണോ നിൽക്കണ്ടേ? തിരിച്ചു വന്നിട്ട് ശമ്പളമുള്ളൊരു തൊഴിൽ ചെയ്യട്ടെ എന്നൊരു അഭിപ്രായം എൻ്റെ കുടുംബത്തിൽ പല ഭാഗത്തു നിന്നും ഉയർന്നു. എന്നോട് തന്നെ ഡയറക്റ്റായിട്ട് ചോദിച്ചു. ആ ചോദ്യങ്ങളെല്ലാം എൻ്റെ ജീവിതത്തിൽ വളരെയേറെ ചലനം ഉണ്ടാക്കി. ഞാനും തീരുമാനിച്ചു, ഇത്രയും ആൾക്കാരൊക്കെ, എൻ്റെ കുടുംബക്കാരൊക്കെ ഇങ്ങനെയാണ് പറയുന്നതെങ്കിൽ എൻ്റെ ഒരാഗ്രഹം, വൈദികനായി ജീവിക്കണം, ദൈവത്തിന് വേണ്ടി നിലകൊള്ളണമെന്ന ആഗ്രഹത്തെ ഞാൻ ഉപേക്ഷിച്ച് സെമിനാരിയിൽ നിന്ന് പോരാൻ ഞാൻ ആഗ്രഹിച്ചു. അപ്പോൾ എന്നെ അറിയുന്ന എൻ്റെ ഗുരുഭൂതരായിട്ടുള്ള വൈദികർ എന്നെ വ്യക്തിപരമായ മുറിയിൽ വിളിച്ചിട്ട് പറഞ്ഞു, നീ പോകുമൊന്നും വേണ്ട, ഒക്കെ ദൈവം സഹായിച്ചോളുമെന്ന് പറഞ്ഞു. എനിക്ക് സെമിനാരിയിൽ നിന്ന് പോകണമെന്ന ആഗ്രഹം എൻ്റെ തലയ്ക്ക് പിടിച്ചു. അതിൻ്റെ വളരെയേറെ എനിക്ക് വേറെ ഇനി ഓപ്ഷനില്ല. അപ്പോൾ എൻ്റെ സാഹചര്യങ്ങൾ ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞപ്പോൾ അവരെല്ലാവരും എൻ്റെ അഭിപ്രായത്തോട് കാര്യമായിട്ട് യോജിച്ചു. നിൻ്റെ തീരുമാനം വളരെ കറക്റ്റാണ്, അങ്ങനെയാണ് ചെയ്യേണ്ടത്, ആദ്യം വീട്ടിലെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് എന്നെ, അപ്പോൾ ഇതെല്ലാം എനിക്ക് നല്ലൊരു ആ സമയത്ത് എൻ്റെ ചിന്തയ്ക്ക് നല്ല വളം പോലെയായി.
അങ്ങനെ ഞാൻ നിർബന്ധിച്ചു എൻ്റെ അധികാരികൾ എനിക്ക് എന്ത് ചെയ്താലും പോകണം. അപ്പോൾ അധികാരികൾ എനിക്കൊരു ഓപ്ഷൻ തന്നു. അങ്ങനെയാണ്, നീ ഒരു കാര്യം ചെയ്യുക, മൊത്തമായിട്ട് നീ പോകണ്ട, 1 വർഷത്തേക്ക് നീ സെമിനാരിൽ ലീവ് എടുത്ത് വീട്ടിൽ പോയിട്ട് പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ പറ്റുമോ എന്നിട്ട് പോയിട്ട് തിരിച്ചു വരണമെന്ന് പറഞ്ഞു. ആ സമയത്ത് എനിക്കതൊരു നല്ല പിടിവള്ളിയായി. അപ്പം ഞാൻ എന്തായാലും പറഞ്ഞു, എൻ്റെ മനസ്സിലെ ആഗ്രഹം ഇവിടുന്ന് പോയാൽ ഒരിക്കലും തിരിച്ചു വരരുത് എന്നുള്ളത് തന്നെയാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ തൽക്കാലം എനിക്ക് ഇവിടുന്ന് മാറണമെങ്കിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആ ഓപ്ഷൻ ഞാൻ അംഗീകരിച്ചുകൊണ്ട് പറഞ്ഞു, അച്ഛാ ഈ ഓപ്ഷൻ എനിക്കിഷ്ടം. അപ്പോൾ എൻ്റെ അധികാരികൾ ഒരാൾ പറഞ്ഞു, 1 വർഷത്തേക്ക് കൊടുക്കേണ്ടത് 6 മാസത്തേക്ക് അവന് കൊടുത്താൽ മതി. അങ്ങനെ എനിക്ക് 6 മാസത്തേക്ക് എനിക്ക് വീട്ടിൽ താമസിക്കാനും വീട്ടിലെ പ്രശ്നങ്ങളിൽ ഇടപെടാനും പരിഹരിക്കാനും ഒക്കെ എനിക്കൊരു അവസരം ഒരുക്കി തന്നു. അങ്ങനെ ഞാൻ കോഴിക്കോട് ഞങ്ങളുടെ പ്രൊവിൻഷ്യൽ ഹൗസിൽ വരികയും അവിടെ വന്ന് ഞാൻ അവിടെ നിന്ന് എൻ്റെ ബാഗുകളെല്ലാം അടുക്കി എല്ലാം നാളെ രാവിലെ കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ എന്നെ കൊണ്ടുവിടും, അല്ലെങ്കിൽ അവിടുന്ന് ബസ് കയറി ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകും. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി എനിക്ക് വളരെ സന്തോഷമുള്ളൊരു സമയമാണ്. അപ്പോൾ അവിടെ ഡീക്കനായിരുന്ന എൻ്റെ സീനിയറായിട്ട് പഠിക്കുന്ന, ഇപ്പോൾ വൈദികനായി പാലക്കാട് ജില്ലയിൽ ശുശ്രൂഷ ചെയ്യുന്ന ജിൻഡോ കോയിക്കക്കുന്നേൽ എന്ന് പറയുന്ന എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ്റെ സ്ഥാനത്ത് നിന്ന് സഹായിച്ചിട്ടുള്ള ആ ഡീക്കനായ ആള് ആ സെമിനാരിയിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് പോകാൻ നേരത്ത് എൻ്റെ ബാഗ് ജീപ്പിൻ്റെ പുറകിൽ വശത്തേക്ക് കയറ്റി ജീപ്പിൽ കയറാൻ തുടങ്ങുമ്പോൾ എന്നോടൊരു കാര്യം പറഞ്ഞു, നീ തിരിച്ചു വരണം, പരിശുദ്ധ അമ്മ എല്ലാം സഹായിച്ചോളും, പേടിക്കൊന്നും വേണ്ട, ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കാനുണ്ടെന്ന് പറഞ്ഞു. ഇതെൻ്റെ മനസ്സിൽ കൊളുത്തിട്ട് പിടിച്ച പോലെ, എൻ്റെ മനസ്സിൽ ഇതൊരു വലിയൊരു വേദന പോലെ അവിടെ നിന്നു. പരിശുദ്ധ അമ്മ സഹായിക്കുമെന്ന് പറഞ്ഞല്ലോ, ഞാൻ എന്തിനിപ്പോൾ പോകുന്നു? ഞാൻ ആ വീട്ടിൽ ചെന്നിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി. 2-3 ദിവസം കഴിഞ്ഞ് ഞാൻ ആകെ അസ്വസ്ഥമായി. ആ സമയത്ത് എന്നെ അറിയാവുന്ന ഒരാൾ ബാംഗ്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് എനിക്ക് സാമാന്യ ശമ്പളമുള്ള ഒരു ജോലിയും തരപ്പെടുത്തി തന്നായിരുന്നു. അപ്പോൾ ആ ജോലിയിൽ എനിക്ക് 2 ദിവസത്തിനകം ചെല്ലാനാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ ആ ജോലിക്ക് പോകാനുള്ള ജ്വരം, ആ ഒരു ആഗ്രഹം എൻ്റെ മനസ്സിൽ ശക്തിപ്പെട്ട് എനിക്ക് ജോലി ചെയ്യണം, ശമ്പളം മേടിക്കണം ആഗ്രഹമായിരുന്നു എൻ്റേത്. ആ സമയത്താണ് ഈ ഒരു ബ്രദർ പറഞ്ഞ വാക്ക്, പരിശുദ്ധ അമ്മ സഹായിച്ചോളും. അതെന്നെ വല്ലാണ്ട് ചിന്തിപ്പിച്ച് ഞാൻ വീണ്ടും ഞങ്ങളുടെ തന്നെ ഒരു അച്ഛനെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ അവിടെ നിന്ന് പോകുന്നേ പിന്നെ ഇങ്ങനെ ഒരു വാക്കെന്നെ ഭയങ്കരമായിട്ട് അസ്വസ്ഥപ്പെടുത്തുന്നു. അപ്പോൾ ആ അച്ഛൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, കോട്ടൂർ സെൻറ് തോമസ് പള്ളിയുടെ അടുത്തേക്ക് അമ്മയും കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാനും എൻ്റെ അമ്മയും കൂടെ ആ സ്ഥലത്ത് ചെന്നപ്പോൾ ഞങ്ങളുടെ അധികാരികളിൽ ഒരാൾ ഞങ്ങളെ മുറിയിൽ വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ട് എൻ്റെ അമ്മയോടായിട്ട് പറഞ്ഞു, ഞാൻ തിരിച്ചു വന്ന് വീട്ടിലെ കാര്യങ്ങൾ ക്രമപ്പെടുത്തുന്നതിനേക്കാൾ ഒത്തിരി, അതിനേക്കാൾ 100 ഇരട്ടി അത്ഭുതം ചെയ്യും. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നേടി നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ 6 മാസത്തെ അവധിക്ക് പോയ ഞാൻ 6 ദിവസം പോലും വീട്ടിൽ നിൽക്കാതെ വീണ്ടും തിരിച്ച് സെമിനാരിയിൽ വന്നു. അപ്പോൾ കുറച്ച് പേരൊക്കെ എൻ്റെ സുഹൃത്തുക്കൾ കളിയാക്കി, അവൻ വീണ്ടും പോകും, അവൻ തിരിച്ചു പോകും, ഒന്ന് പോയതല്ല ഇനിയും പോകാതിരിക്കുകയൊന്നുമില്ല, അങ്ങനെ കണ്ടാൽ മതി എന്നൊക്കെ പറഞ്ഞു കളിയാക്കുകയൊക്കെ ചെയ്തു. ഞാനിന്ന് വൈദികനായിട്ട് 7 വർഷത്തോളം 7.5 വർഷം കഴിഞ്ഞു. ഞാൻ വൈദികനാകുന്ന സമയം വരെയും ഒത്തിരി പേരെന്നോട് പറഞ്ഞിട്ടുണ്ട്, അറിയാവുന്നവർ പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും ഒരു തൊഴിൽ നേടി വീടിൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുള്ളതിന്. ഇന്ന് ഞാൻ തിരിച്ചറിയുകയാണ്, എൻ്റെ വീട്ടിലെ ഏതെല്ലാം കാര്യങ്ങളിലാണോ ഞാൻ ഇടപെടണമെന്ന് ഞാൻ ആഗ്രഹിച്ച് ഞാൻ അത് ശരിയാക്കണം, വീട് ശരിയാക്കാനുണ്ട്, സാഹചര്യങ്ങൾ മാറ്റാനുണ്ട്, ഇതൊക്കെ ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്ന പല കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും 7.5 വർഷത്തിനുള്ളിൽ എൻ്റെ ജീവിതത്തിൽ ഈ ദൈവവചന ശുശ്രൂഷയുമായി നിൽക്കാൻ തുടങ്ങി ഇന്ന് എനിക്ക് പറയാൻ പറ്റും, ഞാൻ ആഗ്രഹിച്ചതിനേക്കാൾ നന്നായിട്ട്, ഒരുപാട് നന്നായിട്ട്, അതായത് ഞങ്ങളുടെ അടുത്തുള്ളവരും എന്നെ അറിയുന്നവരും അത്ഭുതപ്പെടുന്ന രീതിയിൽ എൻ്റെ കുടുംബത്തിൽ അനുഗ്രഹം കൊണ്ടുവന്ന പ്രാർത്ഥനയാണിത്. അനുഗ്രഹം കൊണ്ടുവന്നൊരു പ്രാർത്ഥന. പ്രിയപ്പെട്ടവരെ, ഞാൻ കണ്ട കാര്യമാണ്, അനുഭവിച്ച കാര്യമാണ്. എൻ്റെ കുടുംബത്തിൽ, എൻ്റെ നിയോഗങ്ങളിൽ, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അനുഗ്രഹം കൊണ്ടുവന്ന പ്രാർത്ഥനയാണ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടിയുള്ള പ്രാർത്ഥന. പ്രിയപ്പെട്ടവരെ, ഈ പ്രാർത്ഥനയാണ് എന്നെ ഞാനാക്കി മാറ്റിയത്. ഞാൻ എന്തെങ്കിലും ആയെങ്കിൽ, ഇത്രയെങ്കിലും ഒക്കെ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ
എന്നെ ഞാനാക്കിയതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് ഈ ജപമാല ചൊല്ലിയുള്ള പ്രാർത്ഥനയാണ്. സെമിനാരിയിൽ ചേരുമ്പം എൻ്റെ വീട്ടിലെ സാഹചര്യങ്ങൾ വേറെ രീതിയിലായതുകൊണ്ട് ഞാൻ സെമിനാരിയിൽ 10ാം ക്ലാസ് വരെയും എൻ്റെ വീട്ടിൽ ജപമാല ചൊല്ലിയിട്ടേയില്ല. എൻ്റെ വീട്ടിലെ സാഹചര്യം അങ്ങനെ അല്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് ജപമാല ഉണ്ടെന്നറിയാം, ഇതൊരു പ്രാർത്ഥനയാണെന്നറിയാം. പക്ഷെ എൻ്റെ വീട്ടിൽ ഞാൻ എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ ചൊല്ലിയിട്ടില്ല, ഞാൻ ചൊല്ലിയിട്ടില്ല. സെമിനാരി ചേരുമ്പോൾ 19 പേരുണ്ടായിരുന്നു. ജപമാല അറിയത്തില്ലാത്ത ഏക വ്യക്തി ഞാൻ മാത്രമായിരുന്നു. പക്ഷെ എനിക്കറിയാമായിരുന്നു ഇതിനകത്തൊരു സ്വർഗസ്ഥനായ പിതാവേയും 10 നന്മ നിറഞ്ഞ മറിയും ഈ പ്രാർത്ഥനയെന്നറിയാം. രഹസ്യങ്ങൾ അറിയില്ലായിരുന്നു. അങ്ങനെ ഈ ഒരു സാഹചര്യം സെമിനാരിയിൽ വന്നപ്പോൾ ജപമാല ചെല്ലാനൊക്കെ പറയുമ്പോൾ അറിയില്ലാത്ത ആൾ ഞാൻ മാത്രമായതുകൊണ്ട് തന്നെ പല വിഷമങ്ങളും അനുഭവിച്ചു. പിന്നീട് ഏറ്റവും കൂടുതൽ ഒരു സമയത്ത് ചെല്ലിയത് ഞാനാണ്. കാരണം 19 പേര് സെമിനാരിയിൽ ചേർന്ന സമയത്ത് ഒരു വിഷയത്തിന് തന്നെ പല പ്രാവശ്യം പരാജയപ്പെട്ട ആൾ ഞാൻ മാത്രമാണ്. പല പ്രാവശ്യവും പരാജയപ്പെട്ടപ്പം ഞാൻ 1ാം ക്ലാസ് തൊട്ട് കേൾക്കുന്ന ഒരു വാക്കാണ് എന്നെക്കുറിച്ച്, ഇവനൊരു കഴിവുമില്ലെന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്നെ നോക്കി ഇത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, ഒരു കഴിവുമില്ല, ഒരു കാര്യം പറഞ്ഞാൽ മനസ്സിലാവുകയില്ല, ഒരു കഴിവുമില്ല എന്ന് പറയും. അത് പറയുന്നവർ സാധാരണ പോലെ പറയുന്നതാണ്. പക്ഷെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ ജീവനുള്ള ഒരാളായതുകൊണ്ട് നമ്മുടെ മനസ്സ് ബ്ലേഡ് കൊണ്ട് മുറിയുന്ന പോലെ ഓരോ പ്രാവശ്യം പറയുമ്പോഴും ഒരു നന്നായിട്ടൊന്ന് മുറിയും. അത് പുറത്ത് കാണത്തില്ല, നമ്മുടെ ഉള്ളു മുറിയും. എന്നാലും നമ്മൾ ചിരിച്ചൊക്കെ നടക്കും. പക്ഷെ ഞാൻ ദൈവത്തോട് പലവട്ടം പ്രാർത്ഥനയിൽ ചോദിച്ചിട്ടുണ്ട്, ദൈവം എന്തെങ്കിലും ഒരു കഴിവ് കൊടുക്കാതെ ഒരു മനുഷ്യനെ ഈ ലോകത്തിലേക്ക് വിടത്തില്ല. എന്തെങ്കിലും ദൈവം. അപ്പം ഞാൻ അന്നു മുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയ ഒരു കാര്യമാണ്, അതും ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. വിശുദ്ധ ബെർണാഡ് പുണ്യവാളൻ പറഞ്ഞിട്ടുണ്ട്, എത്രയും ദയുള്ള മാതാവ് എന്ന പ്രാർത്ഥനയിൽ ഒരു വാചനം ഇങ്ങനെയാണ്, ഒരു വാക്ക്: നിന്റെ സങ്കേതത്തിൽ ഓടി അണഞ്ഞിട്ടുള്ള ആരെയും ഒരിക്കലും ഉപേക്ഷിച്ചതായി എവിടെയും കേട്ടിട്ടില്ല എന്ന് ബെർണാഡ് പുണ്യവാളൻ എഴുതിയ പ്രാർത്ഥന നമ്മൾ ചെല്ലാറുണ്ട്. അർത്ഥം പറഞ്ഞാൽ ചൊല്ലിയാൽ ആ പ്രാർത്ഥനയ്ക്കകത്ത് നമ്മുടെ ജീവിതം ഉള്ളതായിട്ട് കാണാൻ പറ്റും. നിന്റെ സങ്കേതത്തിൽ ഓടി അണഞ്ഞ ആരെയും ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ലെന്ന്. ഇത് ബെർണാഡ് പുണ്യവാളൻ്റെ ഒരു അനുഭവമായിരിക്കും. ആരെങ്കിലും പറഞ്ഞു കേട്ടപ്പോൾ കേട്ടിട്ടൊരു പ്രാർത്ഥനയായിട്ട് എഴുതിയതായിരിക്കില്ല. ഇത് ബെർണാഡ് പുണ്യവാളൻ്റെ ഏതോ ഒരു ഹൃദയത്തിൽ തൊട്ടൊരു അനുഭവം ഉണ്ടായതുകൊണ്ടാണ് അങ്ങനെ ഒരു വാക്ക് ആത്മാവ് എഴുതിയത്. നിന്റെ സങ്കേതത്തിൽ ഓടി അണഞ്ഞിട്ടുള്ള ഒരാളെ പോലും ഉപേക്ഷിച്ചതായി, മാറ്റി നിർത്തിയതായി കേട്ടിട്ടില്ല എന്ന്. അത് ഞാൻ ശക്തമായി വിശ്വസിച്ച് ഞാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ അറിയാവുന്ന പോലെ പ്രാർത്ഥിച്ചു, ദൈവമേ പരിശുദ്ധ അമ്മയിലൂടെ എനിക്കൊരു നല്ല കഴിവ് തരണം. അങ്ങനെ പ്രാർത്ഥിച്ച് ദൈവം നൽകിയിരിക്കുന്ന ഒരു കഴിവിലാണ് ഞാനിന്ന് ശുശ്രൂഷ ചെയ്യുന്നത്. ഞാനൊരു സ്ഥലത്ത് എനിക്ക് ധ്യാനിപ്പിക്കാനോ വചനം പറയുവാനോ ഒന്നും കാര്യമായൊരു കഴിവോ ഒരു കൃപയോ ലഭിക്കാത്ത സമയത്ത് ധ്യാനിപ്പിക്കുന്ന ഞങ്ങളുടെ സഭയിലെ ഒരു അച്ഛൻ തന്നെ എന്നോട് പറഞ്ഞു, ധ്യാനമൊക്കെ പഠിക്കണമെങ്കിൽ എന്നോട് വരാൻ പറഞ്ഞു. അങ്ങനെ ആ വിളി വളരെ സന്തോഷത്തോടെ ഞാനത് സ്വീകരിച്ചു. അങ്ങനെ അച്ഛൻ്റെ കൂടെ ചെന്നപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു, കുർബാന ചെല്ലാനാണെ ഞാൻ ചെല്ലാം, പ്രസംഗിക്കാനൊന്നും 10 മിനിറ്റ് പോലും ക്ലാസ് എടുക്കാൻ പറഞ്ഞേക്കരുതേ എന്ന് പറഞ്ഞു. ഓ, അതൊന്നും പ്രശ്നമില്ല, വന്നാൽ മതി എന്ന് പറഞ്ഞു. പിന്നീട് ഞാൻ ആ ഇടവകയിൽ ചെല്ലുമ്പോൾ അച്ഛൻ ഒരു പ്രാവശ്യം കുർബാന കഴിഞ്ഞ് ഇറങ്ങിയ പാടെ പറഞ്ഞു, എനിക്ക് ചെറിയൊരു ക്ഷീണമുണ്ട്, ഒരു 1/4 മണിക്കൂർ ക്ലാസ് എടുക്കണം, എനിക്ക് വയ്യാന്ന് പറഞ്ഞ് അച്ഛനെ ഒറ്റ പോക്ക് പോയി. അപ്പോൾ എന്നെ അത് വളരെ ഭയങ്കരമായിട്ട് എനിക്കത് ടെൻഷനായി. എന്തു പറയുമോ, ഒരു സെക്കൻഡ് പോലും ഒരുങ്ങിയിട്ടില്ലാത്തൊരു സമയമാണ്. ഞാൻ പെട്ടെന്ന് ചിന്തിച്ചു, ദൈവം എന്തു പറയും. അന്ന് ഞാൻ എന്താ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്നെ പഠിപ്പിച്ച ഒരു അധ്യാപിക വന്നിട്ട് പറഞ്ഞു, പ്രസംഗം പറയുമ്പം പരിശുദ്ധ അമ്മ തൊട്ടടുത്ത് നിൽക്കുന്നതായിട്ട് കണ്ടായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞു. പരിശുദ്ധ അമ്മ തൊട്ടടുത്ത് നിൽക്കുന്നതായി കണ്ടായിരുന്നു. ഞാൻ വിറച്ചാ പറഞ്ഞത്. പക്ഷെ അത് ആ ഒരു സമയത്ത് എന്നെ വലുതായിട്ട് ചലനം സൃഷ്ടിച്ചു. ആ സമയത്ത് ഇത് പറഞ്ഞ ടീച്ചർ എൻ്റെ കയ്യിൽ ഒരു ഉമ്മ തന്നിട്ട് പറഞ്ഞു, ഞാൻ ഈ കയ്യിൽ ഒരുപാട് അടിച്ചിട്ടുണ്ട്, എങ്കിലും ഇപ്പോൾ ദൈവം നിനക്ക് നൽകിയിരിക്കുന്ന കൃപയെ മഹത്വപ്പെടുത്തുകയാണ്. ആ ഒരു നല്ല കാര്യത്തെ ഓർത്ത് എനിക്ക് ബഹുമാനോ സന്തോഷം തോന്നുന്നു എന്ന് പറഞ്ഞു. എന്നെ ഒരു വിഷയത്തിൽ വളരെ പുറകോട്ടായതുകൊണ്ടും ഒരുപാട് കാര്യത്തിൽ എൻ്റെ കയ്യിൽ വടികൊണ്ട് അടിച്ച ടീച്ചറാണ് ഇന്ന് അത്ഭുതത്തോടെ എൻ്റെ മുമ്പിൽ നിന്നത്. ആ ടീച്ചർ എന്നോട് പറഞ്ഞു, നമ്മുടെ ക്ലാസ്സിൽ നീ എല്ലാവരെയും ഓർക്കുന്നുണ്ടോ? എല്ലാവരെയും ഞാൻ ഓർക്കുന്നുണ്ട്. എൻ്റെ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളെയും 10ാം ക്ലാസ് വരെ പഠിച്ച എല്ലാവരുടെയും മുഖം എനിക്കറിയാം, പേരും അറിയാം. അവരെക്കാളൊക്കെ മുന്നിൽ നിന്നെ എത്തിച്ചല്ലോ എന്നോട് ചോദിച്ചു.
അവരെക്കാളൊക്കെ മുന്നിൽ നിന്നെ എത്തിച്ചല്ലോ. അപ്പോൾ എൻ്റെ മനസ്സിൽ അന്നേരം ചോദ്യത്തിന് ഉത്തരം കിട്ടി. മുന്നിലെത്തിച്ചത് ഏതെങ്കിലും എൻ്റെ ഒരു പ്രത്യേക ഒരു കഴിവല്ല. എന്നെ മുന്നിലെത്തിച്ച ഒരു കാര്യമാണ് പ്രാർത്ഥന. അത് ഈ പ്രാർത്ഥന, അത് ഒരു നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ചൊല്ലിയാൽ അതിനകത്ത് വരെയുണ്ട് എനിക്കുള്ളൊരു അനുഗ്രഹം അതിനകത്തിരിപ്പുണ്ട്. നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ഒരു പ്രാവശ്യം, ഒരു രഹസ്യം ചെല്ലുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്, ഒരു പ്രാവശ്യം മനസ്സിരുത്തി ചൊല്ലിയാൽ ആ പ്രാർത്ഥനയ്ക്കകത്ത് വരെ എനിക്കുള്ളൊരു അനുഗ്രഹം ദൈവം വച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങളത് പരിശോധിച്ച് നോക്കിക്കൊള്ളുക. നമ്മളത് മനസ്സിരുത്തി ചെല്ലുമ്പോൾ, ഒരു പ്രാവശ്യം ചെല്ലുമ്പോൾ ഒരു അനുഗ്രഹം വന്ന ഫീലിംഗ് നമുക്കുള്ളിൽ കിട്ടും. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ഞാൻ തിരിച്ചറിഞ്ഞു. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ശക്തിയാണ് എന്നെ ഞാനാക്കി മാറ്റിയത്. എൻ്റെ ദയനീയ അവസ്ഥ കണ്ടിട്ട്, പരിതാപകരമായ അവസ്ഥ കണ്ടിട്ട് എൻ്റെ സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞു, നീ ദയവ് ചെയ്ത് വൈദികനൊന്നും ആവരുത് കേട്ടോ. കാരണം വൈദികനാവണമെങ്കിൽ എന്തെങ്കിലും ഒരു കഴിവൊക്കെ വേണം കേട്ടോ എന്ന് പറഞ്ഞു. എന്തെങ്കിലും ഒരു കഴിവ് വേണം. ഒന്നെങ്കിൽ പ്രസംഗിക്കാൻ കഴിവ് വേണം, അല്ലെങ്കിൽ കോർഡിനേറ്റ് ചെയ്യാനുള്ള കഴിവ് വേണം, എന്തെങ്കിലും ഒരു കഴിവ് വേണം. അതുകൊണ്ട് നീ ദയവ് ഇത് തിരിച്ചു പോ, ഞങ്ങൾക്ക് വരെ വിഷമമുണ്ട് നിൻ്റെ ഈ അവസ്ഥ കാണുമ്പോൾ എന്ന് എന്നോട് സ്നേഹമുള്ളവർ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനിത് കേട്ടിട്ട് പലവട്ടം ഈ സെമിനാരിൽ ചേർന്ന് വൈദികനാണെന്ന് ആഗ്രഹം ഉപേക്ഷിക്കാൻ തോന്നിയിട്ടുണ്ട്. കാരണം മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും കഴിവ് കുറവുള്ള ആളാണ്. കഴിവുണ്ടെങ്കിലേ ഉയർന്നു നിൽക്കാൻ പറ്റുള്ളൂ എന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇന്ന് കഴിവുള്ളത് കൊണ്ട് നമുക്ക് ഉയർന്നു നിൽക്കാം. പക്ഷെ കൃപയുണ്ടെങ്കിൽ, ദൈവത്തോട് നമുക്ക് പ്രാർത്ഥനയുണ്ടെങ്കിൽ, ജപമാലയുണ്ടെങ്കിൽ ദൈവം എടുത്തുയർത്തി എല്ലാവരുടെ മുമ്പിൽ നിർത്തും. എല്ലാവരുടെ മുമ്പിൽ നിർത്തും. അത് ദൈവത്തിൻ്റെ കൃപയാണ്. പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറഞ്ഞത് കൃപ നിറഞ്ഞവളെ എന്നാണ്. സുസ്തി, കൃപ നിറഞ്ഞവളെ. നമുക്ക് വേണ്ടത് കൃപയാണ്. നമ്മെ നടത്തുന്നത് കൃപയാണ്. നമ്മളെ എന്തേലും എത്തിക്കുന്നത് കൃപയാണ്. നമ്മൾ വിചാരിക്കും, എന്നോടൊരു അച്ഛൻ പറഞ്ഞു, അച്ഛൻ 10-20,000 പേര് അതിൽ കൂടുതൽ പങ്കെടുക്കുന്ന ആളുകളുടെ കൺവെൻഷൻ, കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു ധ്യാനഗുരുവിൻ്റെ കൺവെൻഷൻ അറേഞ്ച് ചെയ്യുകയാണ്. അച്ഛൻ്റെ പള്ളിയുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ അച്ഛൻ ആദ്യം തന്നെ ഇതിനെക്കുറിച്ച്, ഇടവകയിലെക്കുറിച്ച് ബുദ്ധിയുള്ള ആൾക്കാരോട് വിളിച്ച് കൺവെൻഷൻ നടക്കുകയാണ്, അച്ഛൻ ഡേറ്റ് തന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അച്ഛൻ ഒരു മനസ്സിലൊരാളെ ഇങ്ങനെ തെളിഞ്ഞു വരികയാണ്, ഇതിനൊരു കോർഡിനേറ്ററായിട്ട് വെക്കണം, ഇതിനൊരു കോർഡിനേറ്റർ ആൾ വേണം. കോർഡിനേറ്റർ ആൾ അച്ഛനൊരാളെ പറഞ്ഞ്, ഇടവകയിലെ MBA ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഭയങ്കര മിടുക്കനായ ഒരാൾ, അവൻ ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്ന ഒരാൾ നാട്ടിലുണ്ട്. അപ്പോൾ അവൻ്റെ പേര് പറഞ്ഞപ്പോൾ അവൻ എല്ലാവരുടെയും പ്രിയപ്പെട്ടവനും സുസമ്മതനായിട്ടൊരാളാണ്. അപ്പോൾ ആ കൂടിയിരുന്ന് എല്ലാവരും പറഞ്ഞു, അത് നല്ലൊരു ഓപ്ഷനാണ് അച്ചോ, നല്ലൊരു ഓപ്ഷനാണ്, ആളെ തന്നെ വെക്കാൻ, ആൾക്കാണുള്ള MBA കഴിഞ്ഞാൽ കോർഡിനേറ്റ് ചെയ്യാൻ ഭയങ്കര കഴിവാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവനെ ഫോൺ വിളിച്ചു, നീ ഇവിടെ അടുത്തെങ്ങാനും ഉണ്ടെങ്കിൽ ഇവിടെ വരാൻ പറഞ്ഞു. അപ്പോൾ അവൻ ഓടി ബൈക്ക് എടുത്ത് അവിടെ വന്ന് അവനോട് പറഞ്ഞു, എടാ കൺവെൻഷനാണെന്ന് എനിക്കറിയാവോ, അപ്പോൾ അതിൻ്റെ ഒരു കോർഡിനേറ്ററായിട്ട് എല്ലാം കൂടെ ചെയ്യണം. 10-20,000 പേരെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മൾ ആദ്യം ചെയ്യുന്നൊരു കാര്യമാണ്, ടെൻഷനുണ്ട്. എന്തായാലും അച്ഛൻ ഇങ്ങനെ ഡേറ്റ് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, നമുക്ക് ചെയ്യാച്ചോ എന്ന് പറഞ്ഞു. നമുക്കത് ചെയ്യാച്ചോ എന്ന് പറഞ്ഞു. ഒരു പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യുന്ന പോലെ അവൻ പഠിച്ച അറിവ് പറഞ്ഞു, നമുക്ക് ചെയ്യാച്ചോ, അച്ഛൻ ടെൻഷൻ ആവണ്ടെന്ന് പറഞ്ഞു. ഈ കൺവെൻഷൻ്റെ അറേഞ്ച്മെൻറ്റ് ഇവൻ നടത്തിയിട്ട് ആ കൺവെൻഷൻ്റെ എല്ലാ അറേഞ്ച്മെൻറ്റും ഏതൊരു സാധാരണക്കാരൻ വരെ പരാതി പറയുന്ന അവസ്ഥയിൽ അത് പൊളിഞ്ഞുപോയി. കൺവെൻഷൻ നടന്നു, പക്ഷെ പല കാര്യങ്ങളിലും പല പൊളിച്ചിലുകൾ വന്നു, ശരിയായില്ലത്. കൺവെൻഷൻ കഴിഞ്ഞ് ഇതിൻ്റെ ഒരു ഇവാലുവേഷൻ മീറ്റിംഗ് നടത്തിയപ്പം ഭയങ്കരമായ ടെൻഷൻ. പലരും ഇങ്ങനെ പറഞ്ഞു, അത് ശരിയായില്ല. അതായത് വെള്ളം, സാധാരണ കുടിവെള്ളം കൊടുക്കുന്ന കാര്യങ്ങൾ പോലും ക്രമീകരിക്കാൻ പറ്റില്ല ഇവർക്ക്. കാര്യം MBA കാരനൊക്കെയാണ്, ഭയങ്കര പഠിത്തക്കാരനാണ്, ബുദ്ധിയുള്ളവനാണ്, ഇഷ്ടമുള്ളവനാണ്, എല്ലാവർക്കും പ്രിയപ്പെട്ടവനാണ്. പക്ഷെ പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോൾ അച്ഛൻ മാത്രം ജപമാല എടുത്ത് രാത്രി സമയത്ത്, ആ കൺവെൻഷൻ കഴിഞ്ഞ സമയത്ത് അൽത്താരയുടെ താഴെ ഒരു കസേരയിട്ട് ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. കൺവെൻഷനൊക്കെ ഇത്ര അറേഞ്ച് ചെയ്തിട്ട് ശരിയായില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ അടുത്ത കൺവെൻഷൻ അടുത്ത വർഷമുണ്ട്. രണ്ടാമത്തെ കൺവെൻഷൻ അടുത്ത വർഷം വരും. അപ്പോൾ അച്ഛനോട് പരിശുദ്ധാത്മാവ് പറയാണ്, ദൈവത്തോട് ആലോചിച്ച് പ്രാർത്ഥിച്ചിട്ട് പരിശുദ്ധ അമ്മ അല്ലെ ഒരു ആലോചിച്ചിട്ട് ദൈവം തരുന്ന ആളെ കൊണ്ട് വെക്കാൻ. രണ്ടാമത്തെ കൺവെൻഷൻ സമയത്ത് അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ പള്ളിപ്പറമ്പിൽ റബ്ബർ വെട്ടുന്ന കരിസ്മാറ്റിക് പ്രാർത്ഥനാ ഗ്രൂപ്പിലെ ഒരാളുടെ മുഖമാണ് ഈ വികാരി അച്ഛൻ ഓർമ്മ വരുന്നത്. കഴിഞ്ഞ വർഷം കൺവെൻഷൻ്റെ കോർഡിനേറ്റർ MBA കാരൻ, ഈ വർഷം 10ാം ക്ലാസ് പോലും പഠിച്ചിട്ട് പൂർത്തിയായിട്ടുണ്ടോ എന്ന് അറിയില്ലാത്ത, ഇംഗ്ലീഷോ ഏത് ഭാഷയെ കൈകാര്യം ചെയ്യാൻ അറിയില്ലാത്ത, പള്ളിപ്പറമ്പിൽ 3 മണിക്ക് എഴുന്നേറ്റ് റബ്ബർ വെട്ടുന്ന, ഷീറ്റ് അടിച്ചു വെക്കുന്ന, പ്രാർത്ഥനാ ഗ്രൂപ്പിലിരുന്ന് ഒരു 4 പേരുടെ മുമ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ സാധാരണ പ്രാർത്ഥിക്കുന്ന ആൾ. അപ്പോൾ അച്ഛൻ 1-2 പേരോട് ചോദിച്ചു, ഞാനിങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഒരാളെയാണല്ലോ കാണിക്കുന്നത് അച്ഛോ, അയാൾക്ക് അതിനുള്ള കഴിവില്ല എന്ന് പറഞ്ഞു. അയാൾ അതിന് എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ അച്ഛോ? ഇത് 1-2 ആളുടെ കളിയാണോ? ഇത് 10-20,000 പേരുടെ പങ്കെടുക്കുന്നതല്ലേ? കഴിഞ്ഞ വർഷത്തെ ഇരട്ടി ആളിവിടെ വരില്ലേ?
പിന്നെയും പിന്നെയും ആത്മാവ് കാണിച്ചു തന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഈ പ്രാവശ്യം എൻ്റെ ഉള്ളിൽ ആ പരിശുദ്ധാത്മാവ് പറയുന്നത് ഈ വ്യക്തിയെ വിളിച്ചിട്ടാണ്, നമുക്ക് ചോദിക്കട്ടെ, എനിക്ക് ഈ വ്യക്തിയെ കാണിച്ചു തരുന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ കുറേ പേരങ്ങ് ഇടഞ്ഞു, കുറേ പേരടഞ്ഞു. അതിനേക്കാൾ മിടുമിടുക്കരായ ആളുകൾ അവിടെ നിൽക്കുകയാണ്. ഒരാളോട് പറഞ്ഞാൽ ഇപ്പം ചാടി വീഴാൻ ആളുണ്ട് ഇതിനകത്ത്, ഇത് നല്ല സ്ഥാനമാണ്. അപ്പോൾ ഈ ചേട്ടനെ വിളിച്ചിട്ട് ചേട്ടനോട് പറഞ്ഞു, ചേട്ടോ നിങ്ങളെയാണ് ദൈവത്തിൻ്റെ ആത്മാവ് പ്രാർത്ഥിക്കുമ്പോൾ കാണിച്ചു തരുന്നത്. അന്നേരം അദ്ദേഹം ജപമാല എടുത്തിട്ട് അച്ഛൻ്റെ മുമ്പിൽ മുട്ടുകുത്തിയിട്ട് അദ്ദേഹം പറഞ്ഞു, 1 മിനിറ്റ് അച്ഛൻ എന്ന് പറയും, 1 മിനിറ്റ്. അയാൾ വേഗം പോയി പള്ളിയുടെ അകത്തേക്ക് കയറിയിട്ട് സമയം കഴിഞ്ഞിട്ടും വരുന്നില്ല. അപ്പോൾ ഇദ്ദേഹം അച്ഛൻ വിളിച്ചുകൊണ്ട്, മുറ്റത്തുനിന്ന് വിളിച്ചുകൊണ്ട് പേര് വിളിച്ച് ചെല്ലുമ്പോൾ ഇയാൾ ജപമാല എടുത്ത് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങി വന്ന് അച്ഛനും ഇദ്ദേഹം തന്നെ ഈ കൺവെൻഷൻ ഭയങ്കര അനുഗ്രഹമുള്ള കൺവെൻഷനായിട്ട് മാറി. ഈ അച്ഛൻ പറയുകയാണ്, കഴിവുള്ളവരെ നമ്മൾ എടുത്തുയർത്തും, ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ ദൈവം കൈക്ക് പിടിച്ചുയർത്തും. അതുകൊണ്ട് ഒരു കാര്യം വ്യക്തമാണ്, പരിശുദ്ധ അമ്മയുടെ കൃപയിൽ ജപമാലയിലും ഒക്കെ മുറുകെ പിടിക്കുന്ന ആൾക്കാരൊക്കെ നമ്മൾ ചിന്തിക്കും, ഇയാൾക്ക് അതിന് കഴിവുണ്ടോ, ഇയാൾക്ക് അതിന് വല്ല കാര്യം ചെയ്യാൻ അറിയാവോ എന്ന് ചിന്തിക്കും. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, പരിശുദ്ധ അമ്മയുടെ കരം പിടിക്കുന്ന വ്യക്തികളെ എത്ര വലിയ ബുദ്ധിമാൻ ചെയ്യുന്നേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും, എല്ലാവരുടെ മുമ്പിൽ നിർത്തുകയും ചെയ്യും. മനുഷ്യൻ മുമ്പിൽ നിർത്തുന്നവനേക്കാൾ നല്ലതാ ദൈവം മുമ്പിൽ നിർത്തുന്നവരെ തേടുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ദിവസം നല്ല പ്രത്യേകതയുള്ള ദിവസമാണ്, പ്രത്യേകം പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. ഒരുപക്ഷെ നിങ്ങളിത് കേൾക്കുമ്പോഴും നമുക്കെല്ലാവർക്കും വേണ്ടത് പരിശുദ്ധ അമ്മയിലുണ്ടായിരുന്ന കൃപയാണ്. കൃപയുള്ളവരെ ദൈവം ഉയർത്തും. എല്ലാം ദൈവത്തിൻ്റെ കൃപയാണ്. പൗലോസ് ശ്ലീഹായുടെ ദൈവം പറഞ്ഞ വാക്കാണ്, നിനക്കെൻ്റെ കൃപ മതി, മൈ ഗ്രേസ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ യു. എൻ്റെ കൃപ മതി നിനക്ക്. കൃപയാണെല്ലാം. പരിശുദ്ധ അമ്മയിലുണ്ടായിരുന്ന കൃപ ഈ നല്ല ദിവസം നിങ്ങൾക്കും കിട്ടട്ടെ. ഈ കൃപ നമുക്ക് മാത്രം, നമ്മുടെ കുടുംബത്തിൽ ഓരോരുത്തർക്കും ലഭിക്കട്ടെ, മാത്രം നമ്മുടെ രാജ്യത്തിന് ലഭിക്കട്ടെ. ദൈവകൃപയുള്ള ഒരു സംവിധാനം, ഒരു അവസ്ഥ നമ്മളിൽ, നമ്മുടെ കുടുംബത്തിലും വരട്ടെ. ഈ ദൈവവചനം കേട്ട് നമുക്കും ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളെ അടച്ച് തന്നെ പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ വലിയൊരു മാധ്യസ്ഥം നിങ്ങൾക്ക് ഈ ഒരു നല്ല ദിവസം അനുഭവിച്ചറിയാൻ ഇടവരാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഒരു ബോധ്യമാണ്, ഏത് കാര്യത്തിൽ പുറകിൽ നിൽക്കുന്നവരെയും മുമ്പിൽ നിർത്തും. പരിശുദ്ധ അമ്മ അവസ്ഥയിൽ എത്തിക്കും. ഞാനൊരു കച്ചവടക്കാരനെ കണ്ടപ്പോൾ ആ വ്യക്തി കൊന്ത ചൊല്ലിയിട്ടേ കച്ചവടം തുടങ്ങുള്ളൂ. അപ്പോൾ കുറേ പേര് വന്ന് കുറ്റം പറഞ്ഞിട്ടുണ്ട്. എന്തിനാ പ്രാർത്ഥിക്കുന്നത്? മനസ്സിൽ പ്രാർത്ഥിച്ചാൽ പോരെ, നടന്ന് പ്രാർത്ഥിക്കണോ? അദ്ദേഹം സ്ഥാപനത്തിൽ നടന്ന് പ്രാർത്ഥിക്കും. 8:30 സ്ഥാപനം തുറന്നാൽ 9:10 ആകുമ്പോഴേ കച്ചവടം തുടങ്ങുള്ളൂ. നടന്ന് പ്രാർത്ഥിക്കും. അപ്പം അദ്ദേഹം പറയുകയാണ്, കുടുംബത്തിലൊന്നും ഇല്ലായ്മ ഈ അവസ്ഥയിൽ എത്തിച്ചത് ഈ പ്രാർത്ഥനയാണച്ചോ. പ്രാർത്ഥന, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടിയുള്ള പ്രാർത്ഥന, അത് നമ്മളെ കൈപിടിച്ച് അമ്മ നടത്തും. നമ്മുടെ കുടുംബത്തിൽ അമ്മമാർക്ക് പ്രത്യേകം മക്കളോടൊരു പ്രത്യേക കരുതലുണ്ട്, കൂടുതൽ ശ്രദ്ധയുണ്ട്, കരം പിടിക്കും, നടത്തും. ഇതിനേക്കാൾ കൂടുതൽ അനുഭവം നമുക്ക് പരിശുദ്ധ അമ്മയിൽ ആശ്രയിച്ചാൽ ഫീൽ ചെയ്യും. നമ്മളെ പ്രതിസന്ധി കൂടെ നടത്തും. എല്ലാവരുടെയും പുറകിലായി നിൽക്കുന്നവരെ മുമ്പിൽ കൊണ്ടുവരും. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നിങ്ങൾക്ക് ഈ ദിവസം കൂടുതലായി അനുഭവിച്ചറിയാൻ ഇടവരട്ടെ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയിലൂടെ പരിശുദ്ധ അമ്മയുടെ ഒരു സ്പെഷ്യൽ ബ്ലെസ്സിങ് നിങ്ങൾക്ക് കിട്ടാതിരിക്കില്ല. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയിലൂടെ സർവശക്തനായ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് വേണ്ടി പരിശുദ്ധ അമ്മ തുടർന്നും മാധ്യസ്ഥം വഹിക്കും. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ദുഃഖിതരുടെ ആശ്വാസമേ, പാപികളുടെ സംഗീതമേ, രോഗികളുടെ ആരോഗ്യമേ. അമ്മേ എന്നാശ്രയമേ, ദുഃഖിതരുടെ ആശ്വാസമേ, പാപികളുടെ സംഗീതമേ, രോഗികളുടെ ആരോഗ്യമേ. അമ്മേ എന്നാശ്രയമേ, ദുഃഖിതരുടെ ആശ്വാസമേ, പാപികളുടെ സംഗീതമേ, രോഗികളുടെ ആരോഗ്യമേ.